അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാനിലെ മഗ്ഫിറത്തിന്റെ 10 ദിനങ്ങൾ കൂടി നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങളും പാപമോചനത്തിന്റെ പകുതിയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ എന്തുമാത്രം സ്വാധീനിച്ചുവെന്ന് വിലയിരുത്തേണ്ടുന്ന മണിക്കൂറുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അള്ളാഹു വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കാരുണ്യത്തിന്റെയും പാപമോചനത്തിന്റെയും എല്ലാം ഗുണപാഠങ്ങളിലൂടെ മികച്ച ചൊവ്വായ നേരായ ഒരു ജീവിതക്രമം കെട്ടിപ്പടുക്കാൻ വിശ്വാസി ശീലിക്കുക എന്നതാണ്. അനുചരന്മാരിൽ ഒരാൾ പ്രവാചകനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നബി തങ്ങളെ ഒന്നെന്നെ ഉപദേശിക്കുമോ? എനിക്ക് ശിഷ്ടകാലം മുഴുവനും ജീവിക്കാൻ പ്രാപ്തി നൽകുന്ന കരുത്തു പകരുന്നൊരു ഉപദേശമാകണം അത്, അങ്ങ് പറയാമോ എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രുതി മധുരമായ ഒരു വാക്ക് വളരെ ലളിത സുന്ദരമായി തന്റെ അനുചരനോട് പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാ, പ്രിയപ്പെട്ട സ്നേഹിത, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറ. സുമ്മസ്തഖിം, എന്നിട്ട് നേരായ ചൊവ്വായ ജീവിതം നയിച്ച് മുന്നോട്ടു പോകുക. വിശ്വസിക്കുന്ന പടച്ച തമ്പുരാനിൽ വിശ്വാസമുള്ള, മതവിശ്വാസമുള്ള, മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾ പിന്നെ ജീവിതത്തിൽ ജയിക്കേണ്ടത് നേരായ ചൊവ്വായ ക്രമത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടാണ്. ഇസ്തിഖാമത്ത് എന്നതിന്റെ പൊരുളതാണ്. 5 നേരം നിസ്കരിക്കുന്ന ഒരു വിശ്വാസി ഒരു ദിവസം 17 തവണയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇസ്തിഖാമത്തുള്ള നേരായ ചൊവ്വായ വക്രതകളില്ലാത്ത ഒരു മാർഗവും ജീവിതവും നൽകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ പ്രവാചകർ അതുകൊണ്ടാണ് ഇത്രമേൽ ഗൗരവത്തോടെ ഇത് പരിചയപ്പെടുത്തുന്നത്. സാധാരണ പറയാറുണ്ട്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനു. ഒരു മനുഷ്യന്റെ വിശ്വാസം നേരാവുന്ന പ്രശ്നമേയില്ല ഹത്താ യസ്തഖീമ ഖൽബുഹു, അവന്റെ ഹൃദയം ചൊവ്വാകുന്നത് വരെ, നേരാകുന്നത് വരെ. വലാ യസ്തഖീമു ഖൽബുഹു, അവന്റെ ഹൃദയം നേരാകുന്ന പ്രശ്നമേയില്ല അവന്റെ നാവ് നേരായ ദിശയിലേക്ക് ചലിക്കുന്നത് വരെ. നാവ് നന്നാവുക, അതുവഴി ഹൃദയം മെച്ചപ്പെടും. ഹൃദയം മെച്ചപ്പെടുത്തുക, അതുവഴി വിശ്വാസത്തിന്റെ ഔന്നത്യം നമുക്ക് കൈവരിക്കാൻ കഴിയും. നാവിലൂടെ ഹൃദയത്തിലേക്കും, ഹൃദയത്തിലൂടെ വിശ്വാസത്തിന്റെ ഉന്നത ഭാവങ്ങളിലേക്കും നാം വളരണമെന്ന് ചുരുക്കം. അതുകൊണ്ടാണ് അൽ-ഇസ്തിഖാമത്തു ഖൈറും മിൻ അൽഫി കറാമ, 1000 അത്ഭുത പ്രവർത്തികളെക്കാൾ ശ്രേഷ്ഠമായത് മനുഷ്യന് ഒരു കാര്യത്തിൽ ഉറച്ച് ചിട്ടയോടെ മുന്നോട്ടു പോകുന്ന ഇസ്തിഖാമത്ത് എന്ന ഗുണമേന്മയാണ്. അതുണ്ടാകുമ്പോ വിശ്വാസിയുടെ ജീവിതം കൂടുതൽ നന്മയിലേക്ക് ചലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.